പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ വരുന്ന വാർത്ത തൃശ്ശൂർ മണലൂരിൽ തെരുവുനായ ആക്രമണം എന്നുള്ളതാണ്. 10ഓളം നായകൾ ചേർന്ന് കൂട്ടിൽ കിടന്ന ആട്ടിൻകുട്ടിയെ കൊന്നു തിന്നു. ആടിന്റെ എല്ലും തലയും മാത്രമാണ് ബാക്കിയായത്. പ്രദേശവാസികളും ഇപ്പോൾ ഭീതിയിലാണ്. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേർന്നു. ലെവിനെ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം എന്ന് തന്നെ പറയാം തെരുവുനായ ശല്യമുണ്ട്, തെരുവുനായ ആക്രമണമുണ്ട്. ഇതിപ്പം ഈ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പം തന്നെ അറിയാം അത് എന്ത് ഭയാനകമായിരുന്നുവെന്ന്. സേതു, അങ്ങനെ തന്നെയാണ്. കണ്ടു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ആളുകളെ പേടിപ്പെടുത്തുന്ന വിധത്തിലാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. മണലൂർ വന്നേരി സ്വദേശിയായ പ്രദീപിന്റെ വീട്ടിലെ ആട്ടിൻകൂട്ടിലുണ്ടായിരുന്ന ആട്ടിൻകുട്ടിയെ കൂടിനകത്ത് കയറി പിടിച്ചെടുത്തു കൊണ്ടുപോയി തൊട്ടടുത്ത പറമ്പിൽ വെച്ചാണ് ഇത്തരത്തിൽ 10ഓളം നായകൾ ചേർന്ന് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഈ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് ആളുകൾ ഓടിക്കൂടി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും വലിയ പേടിപ്പെടുത്തുന്ന രീതിയിൽ ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്ത നായകളെ തുടർന്ന് ഒന്നും ചെയ്യാൻ കഴിയാതെ പലരും നിസ്സഹായരാവുകയായിരുന്നു. തുടർന്ന് കൂടുതൽ ആളുകൾ സംഘടിച്ചെത്തിയാണ് ഈ തെരുവ് നായകളെ ഇവിടെ നിന്നും ഓടിച്ചത്. പക്ഷേ അപ്പോഴത്തേക്കും ഈ കൂട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ ആട്ടിൻകുട്ടിയുടെ തലയും ചില രോഗകൂപങ്ങളും മാത്രമായ നിലയിലേക്ക് അതിനെ ഭക്ഷിച്ചു തീർക്കാൻ ഈ നായകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രദേശത്ത് നിരവധി ദിവസങ്ങളിലായി ഇത്തരത്തിലുള്ള തെരുവുനായ ശല്യമുണ്ട്. ഇത് സംബന്ധിച്ച് ആളുകൾ പരാതിപ്പെട്ട് ഉന്നയിച്ചെങ്കിലും കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനിടയിലാണ് ഇത്തരത്തിൽ ജനങ്ങൾക്കും മറ്റും ജന്തുജാലങ്ങൾക്കും ഒക്കെ ഭീഷണി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള നായകളുടെ പെരുമാറ്റം കൂടി ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ കർശനമായി ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നും തെരുവ് നായകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. തന്റെ കൂട്ടിൽ ഇനിയും ആട്ടിൻകുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ കടുത്ത ഭീതിയുണ്ടെന്നും ഈ ആക്രമണത്തിനിരയായ ആട്ടിൻകുട്ടിയുടെ ഉടമസ്ഥൻ പ്രദീപും പറയുന്നു. സേതു. ഓക്കെ ലെവനെ, ശരി. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്ത് കഷ്ടമാണെന്നൊരു ആട്ടിൻകുട്ടിയെ കൂട്ടമായി എത്തിയ ഈ നായക്കൂട്ടങ്ങൾ, തെരുവ് നായക്കൂട്ടങ്ങൾ കടിച്ച് കീറി കൊന്ന് അവസാനം അതിൻ്റെ ആ സ്കെൽട്ടൺ മാത്രം അവിടെയുണ്ട്. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഈ പ്രശ്നമുണ്ട്, തെരുവുനായ പ്രശ്നമുണ്ട്. ഇത് പിള്ളേരെയൊക്കെ, ചെറിയ കുട്ടികളെയൊക്കെ, സ്കൂളിൽ പോകുന്ന പിള്ളേരെയും അല്ലാതെയുള്ള ആളുകളെയും ഒക്കെ ഓടിക്കുന്നതും ഒക്കെയും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയും പുറത്തു വരുന്നതാണ്. ഈ തെരുവുനായ ആക്രമണത്തിൽ എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോഴൊക്കെയും ഈ വാർത്തകൾ സംസാരിക്കുന്നില്ല, അതിലൊരു ഫലപ്രദമായ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഈ വന്ധ്യക്കരണം പരിപാടിയൊക്കെ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്ന കാര്യം മനസ്സിലാവുന്നതേ ഇല്ല. ഇനിയെങ്കിലും ഒക്കെ ഒരു കർശന നടപടി ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് പ്രത്യാശിക്കാം.